ഹലോ നമസ്കാരം എല്ലാവർക്കും. എസ് യു വിഷനിലൂടെ നിങ്ങളുടെ സ്വന്തം മാസ്റ്റർ മോൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചു കാലം ഡിലേ ആയി വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എസ് യു വിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഇടുന്ന വീഡിയോസുകളുടെ ഡേറ്റ് ആൻഡ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത ശേഷം വീഡിയോസുകൾ കാണുക. ഡേറ്റ് ആൻഡ് ടൈം ഡേറ്റ് ഉണ്ടാകുക ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ഏരിയയുടെ ഒരു ആരോ കാണും. അത് ക്ലിക്ക് ചെയ്ത ഡിസ്ക്രിപ്ഷൻ ഏരിയ അവൻ്റെ മുകളിൽ കാണിക്കാം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ഡേറ്റ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു LNB ആണ്. അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടാറ്റ സ്കൈഡിയോ ഒക്കെയുള്ള നോർമൽ LNBയും അതുപോലെ തന്നെ നമ്മൾ അപൂർവമായിട്ട് പണ്ട് വന്നിരുന്ന ഡിഷ് TVയുടെ മോണോബ്ലോക്ക് LNB. ഈ മോണോബ്ലോക്ക് LNBയും അതുപോലെ തന്നെ സാധാ LNBയും സാധാ സിംഗിളുള്ള സാധാ നോർമൽ LNB നമ്മൾ യൂസ് ചെയ്യുന്ന സാധാ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന LNB. ഇതിലേത് LNB ഉപയോഗിക്കുമ്പോഴാണ് സിഗ്നൽ ക്വാളിറ്റി വർദ്ധിക്കുക? അതുപോലെ തന്നെ മോണോബ്ലോക്കിൻ്റെ സിംഗിൾ ഔട്ടുള്ള LNB, മോണോബ്ലോക്കിൻ്റെ ഡ്യുവൽ ഔട്ടുള്ള LNB ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് ഡ്യുവൽ 2 LNB, ബട്ട് അതിന് ഔട്ട്പുട്ട് സിംഗിളായിരിക്കും. അതുപോലെ തന്നെ 2 LNB സയാമീസിനെ പോലെ ഇരിക്കുമെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് രണ്ടും 2 തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ടുള്ള LNBയും മോണോബ്ലോക്കിലുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 2 LNB ഇതിലുണ്ട്, മോണോബ്ലോക്ക് LNB, ബട്ട് അതിനകത്ത് സിംഗിൾ ഔട്ട്പുട്ട് ആയിരിക്കും ഉണ്ടാകുക. ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഈ 2 LNBയും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 5 ഡിഗ്രി ഡിഫറൻസിലാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് സെൻറ്ററിൽ ഈ ഒരു LNB ക്ലാമ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാലും സെൻറ്ററിൽ ഒരു LNB ഉണ്ടാകും. അതിൽ നിന്ന് 5 ഡിഗ്രി ഡിഫറൻസിലായിരിക്കും തൊട്ടടുത്തുള്ള LNB ഉണ്ടാകുക. അപ്പോൾ അടുത്തടുത്തിലുള്ള സാറ്റലൈറ്റുകൾ 5 ഡിഗ്രി ഡിഫറൻസിലുള്ള സാറ്റലൈറ്റുകൾ 2 പിടിക്കാം. അതുപോലെ തന്നെ അടുത്തടുത്ത് ഇപ്പോൾ 93, 94, 93.5 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സാറ്റലൈറ്റുകളെല്ലാം തന്നെ ഈ LNBയിൽ ഈ സിഗ്നൽ റിസീവ് ആവുകയും 2 അല്ലെങ്കിൽ 2 LNBയിൽ കൂടെ 4 സാറ്റലൈറ്റുകൾ സിഗ്നൽസ് റിസീവ് ആവുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഈ LNBയുടെ മദർ ബോർഡ് വഴി അതായത് ഒറ്റ ഔട്ട്പുട്ടായിട്ട് ഒരു ഡൈസിക് സ്വിച്ചിൻ്റെ പണി എല്ലാം ഈ ഒരു LNB തന്നെ ചെയ്തോളും. അപ്പോൾ ഒറ്റ ഔട്ട്പുട്ടായിട്ട് നമുക്ക് നേരിട്ട് നമ്മുടെ സെറ്റ് ഓഫ് ബോക്സിലേക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ 2 സാറ്റലൈറ്റ് ഡിഫറെൻറ്റ് ഡിഗ്രിയിലുള്ള സാറ്റലൈറ്റുകൾ ഒറ്റ ഔട്ട്പുട്ടോടുകൂടി ഒരു ഡൈസിക് സ്വിച്ചിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ മോണോബ്ലോക്ക് LNBകൾ സിംഗിൾ ഔട്ടുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സാറ്റലൈറ്റുകൾ സിഗ്നൽ പിടിക്കാൻ കഴിയും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ സാധാരണ വെക്കുന്ന LNBയിലുള്ള സിഗ്നലും അതുപോലെ തന്നെ ഈ മോണോബ്ലോക്ക് LNB സെറ്റ് ചെയ്യുമ്പോൾ അതേ സാറ്റലൈറ്റിൽ തന്നെ സിഗ്നലിന് വർധനവ് ഈ മോണോബ്ലോക്ക് LNBയിലുണ്ട്. സാധാരണ വെച്ചിരിക്കുന്ന LNBനെക്കാട്ടിയും ഒരു 5-6% സിഗ്നൽ ക്വാളിറ്റിയിൽ വർധനവ് ഈ മോണോബ്ലോക്ക് LNB വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരീക്ഷണം ഞാൻ ഈ വീഡിയോസിലൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ, അതുപോലെ 2 LNBകളാണ് സയാമീസിനെ പോലെ ഇരിക്കുന്ന 2 മോണോബ്ലോക്ക് LNB. പക്ഷേ ഇത് സിംഗിൾ ഔട്ടാണ് കാണുന്നത്. ഇതേപോലെ തന്നെ 2 LNBക്കും 2 സെപ്പറേറ്റ് ഔട്ട്പുട്ട് വരുന്ന LNBകളും ഉണ്ട്. സെപ്പറേറ്റ്, അതായത് ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാകുക, ബട്ട് അതിന് എന്ത് ചെയ്യും? 2നും 2 ഔട്ട്പുട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു LNBയുടെ മെച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ LNB നമുക്ക് ഈ 5 ഡിഗ്രി തൊട്ട് 4 ഡിഗ്രി 3 ഡിഗ്രി ആ ഒരു രീതിയിൽ നമുക്ക് അടുപ്പിക്കാനും അകത്താനും കഴിയുന്ന തരത്തിലുള്ള LNBകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 LNBയുടെ 2 ഔട്ട്പുട്ട് നമുക്ക് വ്യത്യസ്തങ്ങളായ റിസീവർ, ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് ഒരു റിസീവർ മറ്റേ ഔട്ട്പുട്ട് ഇപ്പോൾ 95-ലുള്ള റിസീവ് ചെയ്യുന്ന സിഗ്നൽ വേറൊരു സിഗ്നൽ ബോക്സിലേക്കും 93-ൽ നിന്ന് റിസീവ് ചെയ്യുന്ന സിഗ്നൽ നമുക്ക് വേറൊരു സെറ്റ് ബോക്സിലും കൊടുക്കാൻ സാധിക്കും. ഇനി രണ്ടും വേണമെങ്കിൽ നമുക്കൊരു ഡൈസിക് സ്വിച്ച് വാങ്ങി വെച്ചിട്ട് നമുക്ക് സാധാരണ ഡൈസിക് സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഒറ്റ സെറ്റ് ഓഫ് ബോക്സിലേക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 സിഗ്നലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു മെച്ചം മാത്രമേ ഉള്ളൂ. ഇത് 2 സിഗ്നലും കൂടെ ഒറ്റ ഔട്ട്പുട്ട് വഴി നമുക്കൊരു ഡൈസിക് സ്വിച്ചിൻ്റെ ഒരു പ്രവർത്തനമില്ല, രണ്ടിലും ഒറ്റ ഔട്ട്പുട്ട് വഴി ലഭിക്കുമെന്നാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്ക് ഇത്
ഓക്കെ, നമ്മൾ വീഡിയോയിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അറിയാത്ത പുതിയ ഈ മേഖലയിലേക്ക് അറിവ് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും മെസ്സേജായിട്ടും ഒക്കെ ഞങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് ബന്ധപ്പെടുക. നമുക്ക് തിരക്ക് കാരണമാണ്, അല്ലെങ്കിൽ എല്ലാവരുടെ മറുപടിക്കും ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ നിങ്ങളിത് ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ നിർബന്ധമായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സൺ ഡയറക്റ്റിൻ്റെ ഒരു TP എടുത്തിരിക്കുകയാണ്. ആ TPയിൽ നോർമൽ LNB വെക്കുമ്പോൾ സൺ ഡയറക്റ്റിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ പൊളാരിറ്റി, സിമ്പിൾ റേറ്റ് ഒക്കെ നോട്ട് ചെയ്തോളൂ. മാറുകയില്ല. കാരണം ആ ഒരു TPയിൽ നോർമൽ LNB വെക്കുമ്പോൾ കിട്ടുന്ന സിഗ്നൽ ക്വാളിറ്റി ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്, 76%. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ നോർമൽ LNB മാറ്റി അവിടെ മോണോബ്ലോക്ക് നമ്മുടെ LNB വെക്കുകയാണ്. അതിനുശേഷം അതേ സെയിം TPയിൽ എത്ര ശതമാനം നമുക്ക് ആ ഒരു സിഗ്നൽ വർധനവ് ലഭിക്കുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമാണ് നിങ്ങളെ കാണിക്കുന്നത്. TP ചേഞ്ച് ചെയ്യുന്നില്ല, സാറ്റലൈറ്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, അതേ സെയിം ഡയറക്ഷൻ, സെയിം TP, ബട്ട് ഒന്ന് മാത്രം മോണോബ്ലോക്ക് LNB നോർമൽ LNBക്ക് പകരം അവിടെ വയ്ക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ സിഗ്നലിന് വല്ല ക്വാളിറ്റിയിൽ എന്തെങ്കിലും വർധനവുണ്ടോ എന്നാണ് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കമ്പനികൾ ഉണ്ട്. മോണോബ്ലോക്ക് LNBകൾ പല വിധത്തിൽ ഡബിൾ ഔട്ട്പുട്ട് വരുന്നതും സിംഗിൾ ഔട്ട്പുട്ട് വരുന്നതും ഒക്കെ മോണോബ്ലോക്കിലുണ്ട്. ഇത് ഡിഷ് TVയുടെ പണ്ട് കാലത്ത് ഇറങ്ങി. ഇപ്പോൾ ഡിഷ് TVക്ക് ഈ LNB കൊണ്ടുള്ള പ്രയോജനമില്ല. അവർ ഒറ്റ സാറ്റലൈറ്റിലോട്ട് അടുത്തടുത്തുള്ള സാറ്റലൈറ്റ് ഉണ്ട്, അതായത് 93, 95 ചുരുങ്ങിയിട്ടുണ്ട്. ആദ്യം അവർ ഏഷ്യ സാറ്റിലും കൂടെ 100.5 ഡിഗ്രിയുള്ള ഏഷ്യ സാറ്റും കൂടെ ഉള്ളത് കൊണ്ട് 5 ഡിഗ്രി ഡിഫറൻസിൽ ഒരു LNB അവർക്ക് ആവശ്യമായിരുന്നു. ഇപ്പോൾ അവരെല്ലാം കൂടെ 2 സാറ്റലൈറ്റൊക്കെ ചുരുക്കി ഒറ്റ LNB വെച്ച് റിസീവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് അവർ ആ ഒരു സാങ്കേതിക മികവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 LNB ആവശ്യമില്ല. അത് പണ്ട് ഉപയോഗിച്ചിരുന്ന മോണോബ്ലോക്ക് LNB ആണ്. ഇപ്പോൾ ഡിഷ് TV ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വേണമെങ്കിൽ, അതൊന്ന് സിഗ്നൽ കൂടുതൽ കിട്ടാൻ വേണമെങ്കിലൊക്കെ ഈ ഒരു LNB നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് അവിടെ സിഗ്നൽ നോക്കാം. നേരത്തെ കണ്ട 76%, ഇവിടെ 78% ആയിട്ടുണ്ട്. നമുക്ക് ഇതിലും പല ഏരിയകളിൽ, ഇപ്പോൾ എൻ്റെ ഏരിയ ഇങ്ങനെ ആയതുകൊണ്ടാണ്, പല ഏരിയകളിൽ ഇതിൽ കൂടുതൽ ശതമാനം സിഗ്നൽ ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. നമ്മുടെ ഏരിയ നല്ല മറവുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ 100% സിഗ്നൽ ക്വാളിറ്റി ലഭിക്കുന്നതാണ് ആ TPക്ക്. ഇതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ LNB, അത് ഒരു സെൻറ്ററിൽ നിന്ന് മാറിയിട്ടുള്ള തൊട്ടടുത്തുള്ള LNBയിൽ നമ്മുടെ ഡിഷ് TVയുടെ ഒരു ഡിഷ് TV യൂസ് ചെയ്യുന്ന ഒരു TP ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡിഷ് TV യൂസ് ചെയ്യുന്ന ഒരു TP സിഗ്നൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡിഷ് TVയുടെ കുറച്ച് ചാനലും കൂടെ ഇതിൻ്റെ കൂടുതൽ കയറി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ആ ഒരു TP കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടാണ്. ഇതേ ഡയറക്ഷനിൽ ഒന്നും ചെയ്യുന്നില്ല. ആ LNB ജസ്റ്റ് ഒന്ന് വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ LNB സ്ക്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ വർദ്ധിച്ചു. ഡിഷ് TVയുടെ ഒരു TPയിൽ ഏകദേശം 75% സിഗ്നൽ ക്വാളിറ്റിയോട് കൂടി ഡിഷ് TVയുടെ ഒരു TP കയറി വന്നു. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്. ഇത് ബ്ലൈൻഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഡിഷ് TVയുടെ TPകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെയിൻ ഡിഷ് TVയുടെ മെയിൻ TP എടുത്തപ്പോൾ അത് എത്രത്തോളം ശതമാനം സിഗ്നൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡിഷ് TVക്ക് ഉള്ള സിഗ്നലും അതുപോലെ തന്നെ സൺ ഡയറക്റ്റിൻ്റെ സിഗ്നലും ഈ ഒരു ഒറ്റ ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൺ ഡയറക്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പം ബിഗ് TV അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ സിഗ്നലും വരുന്നത് ബിഗ് TV, എയർടെലില്ല, സൺ ഡയറക്റ്റ്, മിയാസാറ്റിലെ ബിഗ് TV, അതുപോലെ തന്നെ ഡിഷ് TVയുടെ 93 ഡിഗ്രിയിലുള്ള TP അല്ല, 95 ഡിഗ്രിയിലുള്ള TP ആണ് 75% കൂടി ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭപ്രതീക്ഷകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാസം.
നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്.